ഹലോ, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ കുറച്ച് നല്ല നാടൻ ചെറിയ കുഞ്ഞു മാങ്ങയില്ലേ, അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നിതാ ഈ ചെറിയ കുഞ്ഞു മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ മാങ്ങാപ്പഴത്തിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് ഇതാ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ആ കളഞ്ഞ തൊലി ഉണ്ടല്ലോ, ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ട ടിപ്പാണ് കേട്ടോ. അപ്പം ആ തൊലി നമ്മൾ സാധാരണ കളയുമല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ തൊലിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് അതിങ്ങനെ ഒന്ന് തിരുമി അതിനകത്തു നിന്നുള്ള ആ ഒരു ചാറൊക്കെ നമ്മൾ ആ ഒരു സത്തക്കയില്ലേ മാങ്ങാപ്പഴത്തിൻ്റെ, അതൊക്കെ ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ആ വെള്ളം നമ്മൾ ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കും കേട്ടോ. മാങ്ങ കറി വയ്ക്കുന്ന അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കിന് അതിനകത്ത് അവർ ഇങ്ങനെ ഒരു നല്ലൊരു ടിപ്പാന്ന് പറഞ്ഞ് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ മാങ്ങാപ്പഴത്തിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ലേശം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ ഒരു ചെറിയ പച്ചമുളക് 2-3 കട്ട് ചെയ്ത്, പിന്നെ അതാ കറിവേപ്പില ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പേ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഇപ്പം മാങ്ങാപ്പഴത്തിൻ്റെയൊക്കെ സീസണല്ലേ, മാങ്ങാപ്പഴമൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്ന സമയമായി തുടങ്ങിയില്ലേ. അപ്പം ഇതുപോലെയൊക്കെ നമുക്ക് മാങ്ങാപ്പഴമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിൽ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പം നമുക്കും ഇന്നിവിടെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ ഏകദേശം വെന്ത് വന്നപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര പൊടിയാണ് കേട്ടോ, നമ്മൾ പൊടി മേടിച്ചതാണ് കടയിൽ നിന്ന്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചു കേട്ടോ. വീണ്ടും അടച്ച് വെച്ചിട്ട് നമ്മൾ ആ സമയം നമ്മുടെ തേങ്ങ അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. കുറച്ച് തേങ്ങയും പാകത്തിന് തേങ്ങയും ഒരു ലേശം ജീരകവും ആണ് കേട്ടോ നമ്മൾ അരപ്പ് റെഡിയാക്കാൻ വേണ്ടി എടുക്കുന്നത്. വേറെ പ്രത്യേകിച്ച് വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങൾ, ഉള്ളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ജീരകവും തേങ്ങയും മാത്രമാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങാപ്പഴമൊക്കെ വെന്ത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്നിട്ട് അരച്ചെടുത്തിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് നമ്മുടെ മാമ്പഴത്തിനകത്തേക്ക് ചേർത്ത് നമ്മളൊന്ന് ഇളക്കിയെടുക്കും കേട്ടോ. തേങ്ങ അരപ്പൊക്കെ നമ്മുടെ മാങ്ങാപ്പഴത്തിനകത്തൊക്കെ ഒന്ന് പിടിച്ച് മിക്സ് കഴുകി ഒരു ലേശം വെള്ളവും കൂടെ ഞാൻ ഒഴിക്കുവാണേ. അപ്പം നിങ്ങളൊക്കെ ഈ രീതിയിലാണോ മാമ്പഴപ്പുളിശ്ശേരി വെക്കുന്നത്? ഇതുപോലെ വെക്കുന്നതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ചൊന്ന് തിള വരാൻ നോക്കിയിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ തീ അങ്ങ് തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നത്. നല്ല തൈര് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ചട്ടിയിലിരുന്ന് തന്നെ ചൂടായിക്കോളും. മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ തീ ഇനി വെക്കേണ്ട. അപ്പോൾ തീ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ തൈരൊക്കെ അങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ തൈര് ചേർത്ത് കൊടുത്തത്. അപ്പോൾ തൈരും ചേർത്ത് കൊടുത്ത് നമ്മുടെ ഒരു ലേശം വെള്ളം കൂടി ഞാൻ അങ്ങ് ഒഴിച്ച് അകത്തേക്ക് ആ പാത്രത്തിലിരുന്ന തൈര് കഴുകി അങ്ങ് ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാനൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം ഉപ്പ് ഒരു ലേശം ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നേ, ഞാൻ ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ, അത് വീഡിയോയിൽ വന്നിട്ടില്ലേ. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് താളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കടുക് താളിക്കുന്നതിൽ ഞാൻ വെളിച്ചെണ്ണയല്ല എടുത്തിരിക്കുന്നത്, നെയ്യാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നെയ്യ് വെച്ച് നമ്മൾ കടുക് താളിക്കുമ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്ത് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം വറ്റമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റമുളകും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തീ വീണ്ടും ഓഫ് ചെയ്തു കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ഒരു ലേശം മുളക് പൊടി വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. ലേശം മുളക് പൊടിയും പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തേ. ഈ എണ്ണയ്ക്കകത്ത് ഈ ഉലുവാപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കടുക് താളിച്ചതും കൂടെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്കകത്തേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമ്മൾ കറി ഒന്ന് ഇളക്കി എടുത്ത് നമ്മൾ കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കടുക് താളിച്ച ഉടനെ നമ്മൾ ഇങ്ങനെ കറി ഇളക്കിയെടുക്കാൻ പാടില്ല എന്ന് ആണ് എല്ലാവരും പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കടുകൊക്കെ ഇട്ട് ഞാനൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി നോക്കി കേട്ടോ. നമ്മുടെ ചോറിൻ്റെ കൂടെ ആ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.